നമുക്കേറെ പ്രിയങ്കരിയായ ചിന്നമ്മ ചേച്ചി നമ്മളിൽ നിന്ന് അന്ത്യയാത്ര പറഞ്ഞ് സ്വർഗസൗഭാഗ്യത്തിനായി യാത്ര തിരിക്കുകയാണ്. ഈ സഭയുടെ വേർപാടിൽ വേദനിക്കുന്ന ശിപ്പൻ ചേട്ടനോടും മക്കളോടും കൊച്ചുമക്കളോടും കുടുംബാംഗങ്ങളോടും ഈ അവസരത്തിൽ ഇടവകയുടെ അനുശോചനം അറിയിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ സജീവമായി നമുക്ക് പങ്കുചേർന്ന് ഈ സഭയുടെ ആത്മാവിന് നിത്യാശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം ശിപ്പൻ ചേട്ടന് വേണ്ടിയും ഈ സഹോദരിയുടെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാവർക്കും ആശ്വാസം നൽകണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുക്കർമ്മങ്ങൾ നമുക്ക് ആരംഭിക്കാം. അനുദപിക്കുന്ന പാവിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പരിനീരനെ ആശീർവദിക്കണമേ. ഈ ജലത്താറ്റനെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളെയും പരിമള സസ്യങ്ങളെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിൽ ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. രക്ഷിക്കണമേ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നതിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ജീവനം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നാദത്തെ ശിശുജോനയാളുടെ സന്താനങ്ങളെ ഉത്താനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവൻ നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യന് അനുക്ഷേപം കൊട്ടുന്നു. അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നിരയാൽ മനവേരാക്കുകയും ദയാരിക്കത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തരവാനിടുവാൻ ദാസിക്കു വരമെന്നരുളേണം. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മസ്തിര ശരണം നീയല്ലോ. ലോകം വ്യക്തം സർവേശ ഞങ്ങൾ കരുളുക നവജീവൻ. വിശ്വാസനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ.
അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമനവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിലത്തു പകർന്നേടും. മർത്യത പുലരുന്നു, ക്ഷയമുള്ള ക്ഷയമാകും. മർത്യതയേകം സകലേശം നിതരാം നൂതനമാക്കുന്നു. പിതാവിനും വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ല വരത്തു വലമ്പാകെ നീങ്ങണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. പ്രത്യാശയില്ലാത്തതിനെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മലാഹയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിൻ മിശിഹായുടെ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു എന്നുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാൻ അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട, എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ജീവിത പങ്കാളിയുടെ വേർപാടിൽ വേദനിക്കുന്ന സ്റ്റീഫൻ ചേട്ട, തങ്ങളുടെ അമ്മച്ചിയുടെ വേർപാടിൽ വേദനിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, ഏതാണ്ട് 80 വർഷത്തോളം ഈ ലോകത്തിൽ ജീവിച്ച് തന്റെ ജീവിതത്തിന്റെ കണക്കുമായിട്ട് മരണമാകുന്ന കവാടത്തിലൂടെ കടന്ന് നിത്യപിതാവിന്റെ സന്നിധിയിലേക്ക് ഈ സഹോദരി യാത്ര തിരിച്ചിരിക്കുകയാണ്. ഈ അമ്മയ്ക്ക് അന്ത്യ അഭിവാദനങ്ങൾ അർപ്പിക്കുവാൻ, ഈ അമ്മയുടെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഈ കുടുംബാംഗങ്ങളെയും ദുഃഖാർത്തരായ മറ്റുള്ളവരെയും ആശ്വസിപ്പിക്കാൻ വേണ്ടി നാം എല്ലാവരും ഈ ഭവനാങ്കണത്തിന് ഇപ്പോൾ ഒന്നിച്ച് ചേർന്നിരിക്കുകയാണ്. ചിന്നമ്മ ചേച്ചിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ചെറുപ്പം മുതലേ ഈ സഹോദരിയെ എനിക്ക് പരിചയമുണ്ട്. ഞങ്ങളുടെ വീടുമായിട്ട് വളരെ അടുത്ത് ചെക്കങ്കൽക്കണിയാറുകുടിയിൽ ജനിച്ചു വളർന്നു. പാരമ്പര്യവും പ്രശസ്തിയുമുള്ള ചെക്കങ്കൽ കുടുംബത്തിൽ നിന്ന് വിവാഹത്തിലൂടെ ഒരാളി കുടുംബത്തിലെ ഒരംഗമായിട്ട് കടന്നു വന്നു. തന്റെ ജീവിത പങ്കാളിയോട്, തന്റെ ഭർത്താവിനോടൊത്ത് ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും പങ്കുവച്ച് തന്റെ ഭർത്താവിന് നല്ല ഒരു ഭാര്യയായിട്ട്, തന്റെ മക്കൾക്ക് നല്ലൊരു അമ്മയായിട്ട്,
തന്റെ അയൽക്കാർക്ക് നല്ല ഒരു അയൽക്കാരിയായിട്ട് തന്റെ ജീവിതകാലം തുടർന്നു വന്നു. ആഴമായ വിശ്വാസത്തിൽ ജീവിച്ചു. ഈ സഹോദര ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ആ ജീവിതത്തെക്കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് പറയാനായിട്ട് കഴിയും, ഈ സഹോദരി ഒരു സഹനത്തിന്റെ പുത്രിയായിരുന്നു എന്ന്. വിശ്വാസം കാത്തു സൂക്ഷിച്ചു. മറ്റുള്ളവർക്കും മക്കൾക്കും ഒക്കെ മാതൃകാപരമായ ഒരു ജീവിതമാണ് നയിച്ചത്. നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ എന്ന്. ഏറെ സഹനങ്ങൾ അനുഭവിച്ച് തന്റെ വിശ്വാസം നിലനിർത്തുകയും തന്റെ കുടുംബത്തിന്റെ കെട്ടുറപ്പ് കാത്തു സൂക്ഷിക്കുകയും ചെയ്ത ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യം അർത്ഥവത്താണ്. താൻ നല്ലവണ്ണം യുദ്ധം ചെയ്യുകയാണ് ചെയ്തത്. ദൈവികഹിതത്തിനനുസരിച്ച് ജീവിച്ചു. തന്റെ ഓട്ടം പൂർത്തീകരിച്ച് ഈ ലോകത്തുനിന്ന് വിടവാങ്ങുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരത്തില് നമുക്കാർക്കും പറയാൻ കഴിയുകയില്ല മരണം ഏത് നിമിഷത്തിലാണ് കടന്നു വരുന്നത് എന്ന്. ഇതിയുടെ മൃതസംസ്കാരം നമ്മൾ പങ്കുചേർന്നു. 59 വയസ്സുള്ള മറ്റൊരു സഹോദരന്റെ മൃതസംസ്കാരത്തിൽ പങ്കുചേർന്നു. ഇവിടെ വ്യത്യസ്തമായ പ്രായത്തിലാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. ദൈവം എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് നമ്മളെ വിളിക്കുന്നത് എന്ന് നമുക്കാർക്കും പറയാൻ കഴിയുകയില്ല. ദൈവം നമ്മുടെ ജീവിതത്തിലെ കണക്കുകൾ ആവശ്യപ്പെട്ടാലും ആ അവസരത്തിൽ നമ്മുടെ ജീവിതത്തിലെ കണക്കുകൾ തമ്പുരാന്റെ മുന്നിൽ സമർപ്പിക്കാനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും, നമ്മുടെ സംസാരങ്ങളും, മറ്റ് ഓരോ കാര്യങ്ങളും ഇത് ഒരു പക്ഷേ ജീവിതത്തിലെ അവസാനത്തേതല്ല എന്ന് നമുക്ക് ആർക്കും പറയാനായിട്ട് കഴിയുകയില്ല. ഇന്ന് ഈ അവസരത്തില് ഈ അമ്മയുടെ വേർപാടിൽ വേദനിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാം ഇതുപോലെ കടന്നു പോകേണ്ടവരാണ്. ജീവിതത്തിലെ നമ്മൾ ജനിച്ചാൽ ഒരിക്കൽ നമ്മൾ മരിക്കണം എന്ന നിശ്ചയമാണ്. ആരുണ്ടായിരുന്നു, സാധാരണക്കാരുണ്ടായിരുന്നു, പാവപ്പെട്ടവരുണ്ടായിരുന്നു. എല്ലാവരും മരണമാകുന്ന കവാടത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മളുടെ ആ സോഷ്യലിസം നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നത്. തന്റേതായ എല്ലാ ദൗത്യങ്ങളും പൂർത്തീകരിച്ച് നമ്മളിൽ നിന്ന് മരണം മൂലം വേർപെട്ടു പോകുന്ന ഈ സഹോദരിക്ക് നിത്യാശ്വാസം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ കുടുംബാംഗങ്ങളെയും ഈ സഹോദരിയുടെ ജീവിത പങ്കാളി സ്റ്റീഫൻ ചേട്ടനെയും ബന്ധുമിത്രാദികളെയും നമുക്ക് ആശ്വസിപ്പിക്കാം. അവരുടെ ആ വേദനാനുശോചനം അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും അനുതാപത്തോടെ ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യാഗൽക്കായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്താനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെതിരെ ആശ്വസിക്കുവാൻ വേണ്ടി ലാസത്ത മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മകനീയമായ തൃത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണം ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബസനിയായിൽ സോദരിമാരാം
വേപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താനോ ജീവനുമൈരം ഞാനാകുന്നു കരയരുദേവം കരുണയൊടന്തികമാർന്നകിലേശൻ ശാന്തി പൊഴിഞ്ഞോ ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തോ, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ വൃദ്ധർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. ആകെയൽപ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം.
ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. തേടുവാൻ ജഡത്തിൻ മറ്റു പുരാശകന്റെ ആത്മാവിൽ കൃപാവരം നൽകി ജലപ്രിയപ്പെട്ട ദേവാലയമേ
ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയപാലകരുമായ പുരോഹിതരെ, ദൈവജനങ്ങളുടെ ആത്മാവിന്റെ പോഷണയിൽ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾ നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സ്വഭാവമുണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. എന്നെ കഴുക, ഞാൻ മഞ്ഞനേക്കാൾ വന്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങൂ എന്നരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തെങ്കിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. കർത്താവേ, ഞാൻ പ്രവർത്തിക്കും മഹിമയുടന്തിമവിധിനാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ലവരൊത്തു വലംഭാഗേ. നാട്ടിൽ ചേർക്കണം. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യശരീരങ്ങൾക്കുത്ഥാനം നീയേകുന്നു. നാളാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. പാപിനിക്ക് പലതവണ വിശദീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരോട് സ്വർഗ്ഗത്തിൽ നിന്ന് സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവിൻ ദാസീതിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ നിർമ്മലചരിതരാം സാറായേരീശ്വ മർത്തയോടും കൂടെ കടശീലുത്താനും നിതരാം കനിവാർന്നരുടട്ടെ കർത്താവഹിരേശൻ. സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ നിങ്ങൾ കടനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുടക്കം താൻ. സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ കാട്ടരുമി തേടി നടക്കുന്ന മാൻപേടെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കാട്ടരുമി തേടി നടക്കുന്ന മാൻപേടെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. ചാവുമ്പോഴും ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതി. കാട്ടരുമി തേടി നടക്കുന്ന മാൻപേടെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. സജീവവും ജീവദായകവുമായ ശബ്ദത്താലാസനയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമകരയുമായ നീതിപതിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗം തുറക്കുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറക്കുന്നവരും കഥ നിറഞ്ഞവനും നീതിമാനുമായ ഇവര് കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന ഓർശ്ലയത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ വ്രതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ
ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽക്കാലമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽക്കാലമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ
നീർക്കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ?